കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വന്നിരുന്നത്. കുടുംബത്തിലെ പ്രധാന ഘടകമാണ് നമ്മുടെ മക്കൾ. മക്കൾ നന്നാകണമെങ്കിൽ പണ്ഡിതന്മാർ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ഹലാലായ സമ്പാദ്യം. ആ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം മക്കൾക്ക് ഭക്ഷണം നൽകേണ്ടത് എന്നുള്ളത്. മക്കൾക്ക് നൽകുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം. അവർക്ക് ചിലവഴിക്കുന്നത് ഹലാലായിരിക്കണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ഹൃദയവും ബന്ധമുണ്ട്. ഹലാലായ ഭക്ഷണത്തിൽ നിന്നാണ് തഖ്വയുള്ള ഹൃദയമുണ്ടാവുക. മഹാനായ ഇമാം അഹ്മദിനോട് ചോദിച്ചു, ഹൃദയം നന്നാകാൻ എന്തു ചെയ്യണം? ഫഖാൽ ബിഅക്ലിൽ ഹലാൽ, നിങ്ങളുടെ ഭക്ഷണം ഹലാലാക്കണം. അനുവദനീയമായ സമ്പാദ്യത്തിൽ നിന്നായിരിക്കണം ഭക്ഷണം. ഹറാമാണ് ഭക്ഷിക്കുന്നത് എങ്കിൽ അവരുടെ ഹൃദയങ്ങൾ കേടുവന്നു പോകും. അതുകൊണ്ട് തന്നെ സലഫുകൾ വളരെയേറെ സൂക്ഷിച്ച വിഷയമാണ് അവരുടെ ഭക്ഷണത്തിലും അവരുടെ മക്കളുടെ ഭക്ഷണത്തിലും ഹറാം കലരാതിരിക്കുക എന്നുള്ളത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു. ഒരു ഭക്ഷണവുമായി ആ ഭൃത്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ അരികിലേക്ക് എത്തുന്നു. അദ്ദേഹം അത് കഴിച്ചു, ഒരൽപ്പം അതിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഭൃത്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയോട് ചോദിക്കുന്നു, ഇത് ഏതാണ് ഭക്ഷണമെന്ന് നിങ്ങൾക്കറിയുമോ? ജാഹിലിയത്തിൽ എനിക്ക് ഒരു പണി അറിയാം എന്ന രൂപത്തിൽ ഞാനൊരു ജോലി ചെയ്യുകയും യഥാർത്ഥത്തിൽ ആ പണി എനിക്കറിയില്ല. പക്ഷെ അന്ന് ഞാൻ ചെയ്ത ആ പണിക്ക് പകരമായി, ആ ജ്യോത്സ്യപ്പണിക്ക് പകരമായി ഇന്നയാൾ എനിക്ക് നൽകിയതാണ് ഈ സമ്പാദ്യം, ഈ ഭക്ഷണം. അത് കേൾക്കേണ്ട താമസം ചരിത്രത്തിൽ കാണാം. ഫഅദ്ഖല അബൂബക്കർ യദഹു ഫഖാഅ കുല്ല ശൈഇൻ ഫീ ബത്നിഹി, വിരലുകൾ തന്റെ വായിലേക്ക് പ്രവേശിപ്പിച്ച് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുഴുവൻ ഛർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ വയറ്റിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം ഭക്ഷണമായിട്ട് അദ്ദേഹത്തിന്റെ വയറ്റിലുണ്ടോ, അത് മുഴുവൻ അദ്ദേഹം അവിടെ ഛർദ്ദിച്ചു. അഥവാ നിഷിദ്ധമായ ഒരു ദിർഹം പോലും, ഒരു ഉരുള പോലും തന്റെ വയറ്റിലേക്ക്, തന്റെ സമ്പാദ്യത്തിലേക്ക് എത്തരുത് എന്ന സൂക്ഷ്മത നമ്മുടെ മുൻഗാമികൾക്കുണ്ടായിരുന്നു. ഇമാം ബുഖാരിയുടെ ഉപ്പ പറയുന്നതായി ചരിത്രത്തിൽ കാണാം, ശുബ്ഹത്തിന്റെ ഒരു ദിർഹം പോലും എന്റെ സമ്പാദ്യത്തിലില്ല. ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ളൊരു ഒരു പകുതി സമ്പാദ്യം അതുപോലും എന്റെ സമ്പാദ്യത്തിലില്ല. ഒരിക്കൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്വതക്കയിൽ നിന്നുള്ള ഒരു തമ്ര, ഒരു ഈത്തപ്പഴം അദ്ദേഹം കഴിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അത് കുട്ടിയല്ലേ, കുറച്ച് വളർന്നു കഴിഞ്ഞാൽ തിരുത്താം എന്നല്ല കരുതിയത്. ഫജഅലഹാ ഫീ ഫീഹി ഫഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമാ ശഅർത അന്നാ ലാ നഅകുലു സ്വദഖ. ആ കുട്ടിയുടെ വായിലേക്ക് കൈയിട്ട് ആ ഈത്തപ്പഴം അള്ളാഹുവിന്റെ റസൂൽ പുറത്തേക്കെടുത്ത് ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്, മോനെ, നമുക്ക് സ്വദഖ ഭക്ഷിക്കരുത് എന്ന് എന്റെ കുട്ടിക്കറിയില്ലേ, അത് തുപ്പിക്കളയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പൊ നമ്മുടെ മക്കൾ നന്നാകുന്നതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ സമ്പാദ്യം. നമ്മൾ എങ്ങനെ സമ്പാദിക്കുന്നു? നമ്മുടെ വരുമാനം ഹലാലാണോ? നമ്മുടെ വരുമാനത്തിൽ ഹറാമ് വരുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീര് നൽകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യഅതി അലന്നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഒരു കാലം കടന്നു വരും, ജനങ്ങൾ അന്ന് ചിന്തിക്കുകയേയില്ല
എന്റെ സമ്പാദ്യം ഹലാലാണോ, എന്റെ വരുമാനം ഹലാലാണോ, ഞാൻ എൻ്റെ മക്കൾക്ക് നൽകുന്ന ഈ ഭക്ഷണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് അതൊന്നും ചിന്തിക്കാത്ത ഒരു കാലം മുസ്ലിം സമുദായത്തിന് കടന്നുവരും. ഇന്ന് ആ രൂപത്തിലേക്ക് അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും പണക്കാരനാകണം, എങ്ങനെയെങ്കിലും കുടുംബം പോറ്റണം. അതിനിടയിൽ വരുന്ന സമ്പത്ത് ഹലാലാണോ, ചെയ്യുന്ന ജോലി ഹലാലാണോ, ഈ കച്ചവടത്തിന്റെ എന്റെ മൂലധനം ഹലാലാണോ, ഇതൊന്നും ചിന്തിക്കാതെ എങ്ങനെയെങ്കിലും സമ്പാദ്യമുണ്ടാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പല ആളുകളും MLM-ന്റെ പിന്നാലെയാണ്. എന്നിട്ട് അതിലൂടെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വരുമാനങ്ങൾ ഉണ്ടാക്കുന്നവർ. എത്ര മുസ്ലിം കുടുംബങ്ങൾ അവരുടെ സമ്പത്ത്, അവരുടെ വീട്, അവരുടെ സ്വർണം ലോണ് വെച്ചുകൊണ്ട് കച്ചവടം തുടങ്ങുന്നവരുണ്ട്. പല കച്ചവടക്കാരുടെയും മൂലധനം തന്നെ, അതിന്റെ അടിസ്ഥാനം തന്നെ, അവരുടെ ബിസിനസിന്റെ തുടക്കം തന്നെ ലോണിൽ നിന്നാണ്, ഹറാമായ സമ്പാദ്യത്തിൽ നിന്നാണ്. പലിശയുമായി ഒരു മുസ്ലിമിന് എങ്ങനെയാണ് ബന്ധമുണ്ടാവുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഗൗരവത്തിൽ താക്കീത് നൽകിയ വിഷയമാണ് പലിശ. ഒരു ഗൗരവമില്ലാതെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ നിൽക്കുമ്പോഴേക്കും അത് ലോൺ എടുത്ത്, അത് പലിശക്കെടുത്ത് അങ്ങനെ തുടങ്ങാം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. കച്ചവടമാണ് ഇസ്ലാം അനുവദിച്ചത്. മാന്യമായ കച്ചവടം ചെയ്യണം. പലിശ ഹറാമാണ്, പലിശ നിഷിദ്ധമാണ്. ആ പലിശ കൊണ്ട് തുടങ്ങുന്ന സമ്പാദ്യം നിഷിദ്ധമാണ്. പല രൂപത്തിൽ പലിശ വരും. ഞാന് 1,00,000 രൂപ ഒരാൾക്ക് കടം കൊടുത്തു. കടം കൊടുക്കുമ്പോൾ എന്റെ ലക്ഷ്യം അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. അതിലൂടെ മറ്റൊരു നഫ്അ്, മറ്റൊരു ഉപകാരം നേടൽ അത് പാടില്ലാത്തതാണ്. എല്ലാവരും പറയും 1,00,000 കൊടുത്ത് 1,10,000 ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ അത് പലിശയാണ്. അതിന്റെ മറ്റു രൂപങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. എനിക്കൊരു വീട് വേണം, അപ്പോ ഒരാൾക്ക് ഒരു 5,00,000 രൂപ വേണം, വേറൊരാളുടെ കയ്യിലൊരു വീടുണ്ട്. ഞാൻ പറയാണിതാ, ഈ 5,00,000 രൂപ ഞാൻ നിങ്ങൾക്ക് തരും. ആ പണം എപ്പോഴാണോ നിങ്ങൾ തിരിച്ചു വരുന്നത് അതുവരെ ഈ വീട് നിങ്ങൾ ഉപയോഗിച്ചോളി. ഞാൻ കൊടുത്ത ഈ പണത്തിനു പകരമായി, ഞാൻ നൽകിയ 5,00,000 പകരമായി ഈ വീട് ഞാൻ ഉപയോഗിക്കുന്നത് പലിശയാണ്. അത് നാട്ടിൽ സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളിൽ അത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് വീട്ടിൽ താമസിക്കുന്നത്. ചില ഗൾഫുകാർ വരും 2 മാസത്തിനും 3 മാസത്തിനും. റെന്റ് കാർ എടുക്കുന്നതിനേക്കാൾ അവർക്ക് ലാഭം ഇതാണ്. അപ്പൊ അവരുടെ ഏർപ്പാട്, ഒരു ഇന്നോവ 2,00,000 രൂപ ഞങ്ങൾ തരുന്നു, ആ കാറ് ഞാൻ വാങ്ങുന്നു, 2 മാസം ഈ കാറ് യൂസ് ചെയ്യുന്നു, തിരിച്ചു പോകുമ്പോ കാറ് കൊടുക്കുന്നു, പണം കിട്ടുന്നു. ഈ പണത്തിനു പകരം ഈ കാർ ഉപയോഗിക്കുന്നത്, ഈ വീട് ഉപയോഗിക്കുന്നത്, ഒരു നഫ്അ് കൊണ്ടുവരുന്നത്, അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. അത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുല്ലു ഖർളിൻ ജറ നഫ്അൻ ഫഹുവ റിബ. നമ്മളൊരു പണം നൽകുന്നതിന്റെ പകരമായി നമുക്ക് വരുന്ന ഒരു നഫ്അ്, ഒരു ഉപകാരം, ആ ഉപകാരം, അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. 1,00,000 കൊടുത്ത് 1.10 വാങ്ങുന്നതും 1,00,000 കൊടുത്ത് ഞാൻ കുറച്ചു കാലം ഒരു വീട് ഉപയോഗിക്കുന്നതും ഒരു വാഹനം ഉപയോഗിക്കുന്നതും ഇതെല്ലാം പലിശയുടെ ഇനത്തിലാണ് പെടുക. പക്ഷെ ഇതൊന്നും ചിന്തിക്കാതെ പലപ്പോഴും ഇതൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു കച്ചവടം ഉണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും അതിൽ ഷെയർ കൂടാം. ഈ കിട്ടുന്ന വരുമാനം ഹലാലാണോ? ഇതെങ്ങനെയാണ് ഇത്ര വലിയൊരു ലാഭം അവർക്ക് കിട്ടുന്നത്? ഇത്ര വലിയൊരു ലാഭം പറഞ്ഞാൽ എത്ര കൊല്ലം ആ കമ്പനി ഓടും? ഇതൊന്നും ചിന്തിക്കുന്നില്ല. നിങ്ങൾ പണിട്ടാ മതി, മാസത്തിൽ ഇത്ര 5%, 10%, 10,000, 20,000 ലാഭം കിട്ടുമെന്ന് പറയുമ്പോഴേക്കും കൊണ്ടുപോയിടാൻ. ലാഭം മാത്രം ഓഫർ ചെയ്യുന്ന ഒരു ബിസിനസ് ഇല്ല. ഒരു കച്ചവടത്തിൽ ലാഭവും നഷ്ടവും സഹിക്കണം.
എന്നിട്ട് കമ്പനി പൊളിഞ്ഞ് ഷെയർ ചോദിച്ച് നടക്കാൻ. അതെങ്ങനെ നടക്കുക? ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ പണമിറക്കിയാൽ ലാഭവും നഷ്ടവും സഹിക്കണം. എനിക്ക് മാസത്തിൽ 5000 രൂപ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കണം, നഷ്ടം ഞാൻ അറിയില്ല. കമ്പനി പൊളിഞ്ഞാൽ എന്റെ ആ ഷെയർ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമല്ല. ആ കച്ചവടം ബൈ ആകണമെങ്കിൽ അതിൽ ലാഭവും നഷ്ടവും സഹിച്ചേ തീരൂ. പിന്നെ ഇന്ന് നടക്കുന്നൊരു ഏർപ്പാടാണ് കടം വാങ്ങി ജീവിക്കാം. കടം വാങ്ങിയിട്ട് ജീവിക്കാം. തടി അനങ്ങണ്ട, നല്ല സുഖാണ്. കുറച്ച് മനുഷ്യപ്പറ്റുള്ള ആൾക്കാരെ നമ്പർ എടുക്കുക, എന്നിട്ട് വിളിക്കുക. ഭാര്യ ഹോസ്പിറ്റലിലാണ്, മക്കള് ഹോസ്പിറ്റലിലാണ്, പ്രതിസന്ധിയിലാണ്, മോള് പനിച്ച് കിടക്കാണ്. ഒരു 10,000 അയക്കോ, ഒരു 5,000 അയക്കോ, എന്നിട്ട് അതിലൂടെ ജീവിക്കുന്നവർ. എങ്ങനെയാണ് ഈ സമ്പാദ്യം ഹലാലാവുക? നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു പണം അത് ചതിച്ച് വഞ്ചിച്ച് നേടിയിട്ട് ആ മക്കൾക്ക് എങ്ങനെയാണ് നമുക്ക് അവരുടെ വായിലേക്ക് ആ ഭക്ഷണം വെക്കാൻ കഴിയുന്നത്? ഇസ്ലാമിക ഗ്രൂപ്പുകളിലൊക്കെ പല ആളുകളുണ്ട്. എന്നിട്ട് അതിനുവേണ്ടി ആ ഗ്രൂപ്പിൽ കയറി അതിലുള്ള 300 ആൾക്കും 400 ആൾക്കും മെസ്സേജ് അയക്കാം. എന്റെ വീട്ടിൽ പ്രയാസമാണ്, എന്റെ വീട്ടിൽ പട്ടിണിയാണ്. വീട്ടിലിരുന്ന് ജോലി ചെയ്യാതെ അധ്വാനിക്കാതെ കടം വാങ്ങി ജീവിക്കുന്ന മനുഷ്യന്മാർ. ഒരാളെ പറ്റിച്ച് പിന്നെ അടുത്ത മനുഷ്യത്തുള്ളവനെ തേടി പോവാൻ. എന്നാൽ ഈ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ പണം കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളും, മക്കളുടെ പഠനവും മക്കളുടെ രോഗവും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ സഹായിച്ച ആ മനുഷ്യനുമുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥയൊന്നുമില്ലാതെ കടങ്ങളിലൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ, കടം വാങ്ങാൻ മാത്രമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നവർ. കുറച്ചു കാലം ഒരു അഡ്രസ് ഉണ്ടാവില്ല, പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കും. കടം കിട്ടിയാൽ പിന്നെ കാണൂല്ല. എത്ര കളവുകളാണ് ആ കടത്തിന്റെ പേര് വരുന്നത്. പ്രയാസം കൊണ്ട് കടം വാങ്ങി ചിലപ്പോ തിരിച്ചു നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകും. ആത്മാർത്ഥമായിട്ടാണ് അത് വീട്ടണമെന്ന ആഗ്രഹത്തിലാണ് വാങ്ങുന്നത് എങ്കിൽ അള്ളാഹു സഹായിക്കും. അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇത് ഇന്ന് ഒരു വരുമാന മാർഗമാക്കിയിരിക്കുകയാണ്. ഏതൊരാളെ പരിചയപ്പെട്ടാലും അയാളെ മനോഹരമായി പറ്റിക്കുന്ന, അയാളോട് കടം വാങ്ങുന്ന ആ രൂപത്തിലേക്ക് ചില ആളുകൾ മാറിപ്പോകുന്നു. മറ്റുള്ളവരുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു. മരിച്ചു കഴിഞ്ഞാൽ അനന്തര സ്വത്ത് വീതിക്കൂല, അതിങ്ങനെ നീട്ടിവെക്കും. പിന്നീട് എല്ലാവർക്കും തുല്യമായി കിട്ടണം. ഇനി ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചല്ല. കാരണം അവരെ കാലം കഴിഞ്ഞു, മക്കൾക്കിടയിൽ കുഴപ്പമൊന്നുമില്ല, സഹോദരന്മാരാണ്, സ്നേഹത്തിലാണ്, മക്കളായി, അടുത്ത തലമുറയായി, അകന്നു. പണ്ട് പറഞ്ഞ ആ സ്നേഹവും കാര്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പോഴെന്താ? ഇപ്പൊ എല്ലാവർക്കും തുല്യമായി കിട്ടണം. എത്ര സ്വത്തുക്കളാണ്, എത്ര സ്ഥലങ്ങളാണ് അതിന്റെ അവകാശികളിലേക്ക് എത്താതെ കിടക്കുന്നത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ സ്വത്ത് അതിന്റെ അനന്തരാവകാശികളിലേക്ക് വീതിക്കണം. അപ്പൊ ഒരു പെങ്ങൾ സ്വത്ത് ചോദിച്ചാൽ പറയോ, അവൾക്ക് സ്വത്തിന് ആർത്തിയാണ്, അവന് മരിക്കാൻ കാത്തു നിൽക്കാണ് പൈസ ചോദിക്കാൻ. അത് അവരുടെ ഹക്കാണ്, അവരുടെ സമ്പാദ്യമാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വത്ത് അതിന്റെ അനന്തരാവകാശികളിലേക്ക് നീങ്ങി. ആ മനുഷ്യൻ അയാളുടെ ഹക്ക് ചോദിക്കുന്നതിൽ എവിടെയാണ് ആർത്തി വരുന്നത്? എന്നിട്ട് ആ സ്വത്ത് വീതിക്കാതെ കാലം ഇങ്ങനെ കടിച്ചു കൂട്ടുന്ന അവസ്ഥ. അതിനുശേഷം തുല്യമായി വീതിക്കണം, എനിക്കത് മുഴുവൻ കിട്ടണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായ താക്കീത് നൽകി. മനിഖ്തത ഹഖ്ഖ ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനി, കള്ളസത്യം ചെയ്ത് അനർഹമായി മറ്റൊരാളുടെ സമ്പത്ത് കൈവശപ്പെടുത്തിയാൽ നിനക്ക് അള്ള കണക്കാക്കിയ ശരീഅത്തിന്റെ ഒരു കണക്കുണ്ട്, അള്ള നിശ്ചയിച്ചൊരു വിഹിതമുണ്ട്. അതിനപ്പുറത്തൊരു വിഹിതം അർഹമല്ലാതെ നേടിയെടുത്താൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന വഔജബ ലഹുന്നാർ, സ്വർഗം നിഷിദ്ധാണ്. ദുനിയാവിൽ കിട്ടും, ദുനിയാവിൽ ചിലപ്പോൾ ജയിക്കും. 2 വക്കീൽ നോട്ടീസും 2 ഞെട്ടിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ
ദുനിയാവിൽ ചിലപ്പോ നമ്മളിങ്ങനെ ജയിച്ചു നിൽക്കും, ബാക്കിയുള്ളവരൊക്കെ നമ്മളെ മുന്നില് അവരിങ്ങനെ താഴ്ന്നു നിൽക്കും. പരലോകം പോകും. സ്വഹാബത്ത് ചോദിച്ചു, വഇൻ ശൈഇൻ യസീർ, നബിയെ ഒരു ചെറിയ കാര്യമാണെങ്കിലോ? ഈ സ്വർഗം നരകം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യത്തിനല്ലേ? ചെറിയ കാര്യമാണെങ്കിലോ? വഇൻ ഖലീബ് മിൻ അറാഖ്, അറാഖിന്റെ ഒരു കഷ്ണാണെങ്കിലും. അവിടെ കാണുന്ന മരങ്ങളുണ്ടല്ലോ, മരുഭൂമിയിൽ നിങ്ങൾ കാണുന്ന അറാഖിന്റെ ചെടി ഉണ്ടല്ലോ, അതിന്റെ ഒരു കമ്പാണ് അനർഹമായി നിങ്ങളുടെ സ്വത്തിൽപ്പെടാത്തത് കൈവശപ്പെടുത്തുന്നത് എങ്കിൽ നാളെ പരലോകം പോകും, ആഖിറം നഷ്ടപ്പെടും. ഖാല റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അനർഹമായ സമ്പാദ്യം നമ്മുടെ സമ്പത്തിൽ വരരുത്. കേരളത്തിലൊരു വലിയ ധനാഢ്യനായ ഒരു മനുഷ്യൻ, ഞാൻ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ആ മുഖം വരുന്നുണ്ടാകും. അദ്ദേഹം വരുന്ന വഴിയിൽ കുറേ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ അപേക്ഷകളുണ്ട്, ജോലി കിട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വളരെ പ്രായം ചെന്നൊരു മനുഷ്യൻ, വളരെ പ്രായം ചെന്ന വൃദ്ധനായൊരു മനുഷ്യൻ കാത്തു നിൽക്കുകയാണ്. അപ്പൊ എന്താ വേണ്ടതെന്ന് പറഞ്ഞപ്പോ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത്, നിങ്ങളുടെ ഒരു ബിൽഡിങ്ങിന്റെ പണി നടക്കുമ്പോൾ അവിടെ കുറെ കമ്പികൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് കമ്പി ഞാൻ കൊണ്ടുപോയി തൂക്കി വിറ്റ് ആ പൈസ ഞാൻ എടുത്തിട്ടുണ്ട്, പുറത്തു തരണം, നിങ്ങൾ പുറത്തു തരണം. ആ മനുഷ്യൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. ചിലപ്പോൾ നമ്മളൊക്കെ വലിയ മാളിലൊക്കെ പോയിട്ടൊരു സാധനം കൈ തട്ടി താഴെ വീണ നമ്മൾ പറയും, ആ നമുക്കാണ് ഇതൊക്കെ വലിയ വില ഉള്ളത്, മൂപ്പർക്ക് അതൊന്നും പ്രശ്നം ഉണ്ടാവില്ല, മൂപ്പർക്ക് ഇതൊക്കെ പൊട്ടിയാലും ഇപ്പം എന്താ. ഗവൺമെന്റിന് മുതൽ പൊട്ടിച്ചിട്ട് നമ്മൾ പറയും അത് ഗവൺമെന്റിൻ്റെതല്ലേ, പൊതുമുതലാണ്, പൊതുസമൂഹത്തിൻ്റെതാണ്. എന്തേ ഇത് പറയാനുള്ള കാരണം? ഇവിടെ അനർഹമായൊരു സാധനം കൈവശപ്പെടുത്തിയാൽ കാണിക്കുന്നൊരു പരലോകമുണ്ട്, ആ പരലോകത്ത് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് സമ്പത്ത് ഹലാലായിരിക്കണം. സമ്പത്ത് വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യന്മാർ എന്നിട്ട് നശിപ്പിച്ച് കളയാം. ഒന്നും അറിയില്ല, ഷെയർ മാർക്കറ്റിൽ ഇങ്ങനെ പൈസ ഇറക്കന്നെ, കിട്ടുന്ന പൈസയൊക്കെ ഇറക്കാൻ. എന്നിട്ടോ എന്താ ഉണ്ടായത്? ഒടുവിൽ കുടുംബം പുറത്തേക്കിറങ്ങുന്ന, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങേണ്ട അവസ്ഥ. ലോട്ടറിയുടെ പിന്നാലെ പോകുന്നവർ, സ്വന്തം മക്കൾക്കൊരു മിഠായി വാങ്ങാൻ, സ്വന്തം മക്കളുടെ കൂടെ ഒരു യാത്ര പോകാൻ അതിനിന്ന് വരെ പണമില്ല. ലോട്ടറിക്ക് വേണ്ടി തൊലച്ചതെത്രേ? ആ രൂപത്തിൽ പന്തയം വെക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പണത്തോടുള്ള ആർത്തി വലം യംല ഫാ ഇല്ല തുറാബ്, ഖബറിൽ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ആൾക്കാർ മണ്ണിടും. ആ മണ്ണ് വായിലേക്ക് വിടുന്നത് വരെ ചില മനുഷ്യന്മാർക്ക് ഇതിനോട് ആർത്തിയാണ്. പ്രിയമുള്ളവരെ, ഈ വിഷയം ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം. നമ്മുടെ സമ്പത്തിൽ ഹറാമ് കലരുന്നില്ല എന്ന് നാം ഉറപ്പിക്കണം. അള്ളാഹു ഹലാലായ സമ്പാദ്യം, ആ സമ്പാദ്യം ഉണ്ടാക്കുന്ന അത്തരം വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു മനസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വീട്ടിൽ നിന്ന് ജോലിക്ക് പുറപ്പെടുമ്പോൾ സ്വഹാബ വനിതകൾ ഭർത്താക്കന്മാരെ ഉപദേശിക്കുന്ന ഉപദേശമുണ്ട്. പട്ടിണി ഞങ്ങൾ സഹിക്കും, നരകത്തിന്റെ തീ അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്നുമില്ലാതെയാണ് തിരിച്ചു വരുന്നത് എങ്കിൽ വീട്ടിൽ മക്കൾക്ക് കഴിക്കാൻ, ഞങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല എങ്കിൽ വിശപ്പാണ്, ആ വിശപ്പ് ഞങ്ങൾ സഹിക്കും. പക്ഷെ പ്രിയപ്പെട്ടവനെ, നരകത്തിന്റെ തീ സഹിക്കാൻ അത് ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ഹലാല് മാത്രമേ കൊണ്ടുവരാവൂ എന്ന് വസിയത്ത് നൽകുന്ന നമ്മുടെ ഉമ്മമാർ, സ്വഹാബ വനിതകൾ. ആ ഒരു ബോധം സഹോദരിമാർക്കുണ്ടാകണം. എങ്ങനെങ്കിലൊക്കെ സമ്പത്ത് ഉണ്ടാക്കുക, നിങ്ങൾ എങ്ങനെങ്കിലൊക്കെ കച്ചവടം ഉണ്ടാക്കിക്കോളിയും, ഇവിടെ വീട് വലുതായാൽ മതി, ഇവിടെ ഉഷാറായ മതി എന്നതല്ല. പലിശയിലേക്ക് പോകുമ്പോൾ അറിയുക, നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടും. ഇല്ലാ കാന ആഖിബതു അംരിഹി ഇലാ ഖില്ല. പലിശ കൊണ്ട് വലിയ നിലയിലെത്തൂല, അത് കുറയേ ഉള്ളൂ. ഉള്ള ബറക്കത്ത് പോകും, ഉള്ള ഹൈറ് പോകും, ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. ഇതൊക്കെ അറിഞ്ഞിട്ടും
5ഉം 6ഉം 7ഉം ലോൺ എടുത്ത് വാരിക്കൂട്ടുന്ന മനുഷ്യന്മാരുണ്ട്. പ്രാർത്ഥന ആകാശങ്ങളിലേക്ക് ഉയരില്ല. ശരീരത്തിൽ പൊടിപുരണ്ട് യാത്രക്കാരനായൊരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രാർത്ഥന റസൂലുള്ളാഹി പറയുന്നു, യാ റബ്ബി യാ റബ്ബി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ ഒരുപാട് കാരണങ്ങൾ ഈ മനുഷ്യനുണ്ട്. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പ്രതിസന്ധി ഘട്ടത്തിലെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിയവന്റെ കൈ ഒന്നും നൽകാതെ മടക്കി അയക്കാൻ ലജ്ജിക്കുന്നവനാണ് റബ്ബ്. അള്ളാഹുവിന്റെ നാമങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന മഹത്തരമാണ്. അങ്ങനെ എത്രയോ പ്രത്യേകതകൾ ആ പ്രാർത്ഥനയ്ക്കുണ്ട്. പക്ഷേ മത്അമുഹു ഹറാം, ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, കുടിച്ച പാനീയം ഹറാമാണ്. വമൽബസുഹു ഹറാം, വസ്ത്രം ഹറാമാണ്. വഉദിയ ബിൽ ഹറാം, ഹറാമിൽ മുങ്ങിക്കുളിച്ച് നിൽക്കാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, എങ്ങനെ ഉത്തരം കിട്ടാനാണ്? ഉത്തരം ഉണ്ടാവില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ കരഞ്ഞ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തുമ്പോഴും ആ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകൂല. സമ്പത്ത് ഹലാലല്ല എങ്കിൽ ഹൃദയം മലിനമാകും, നരകമായിരിക്കും നമ്മുടെ പര്യവസാനം. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. സമ്പത്ത് ഹലാലാക്കുക എന്നുള്ളത്, സമ്പത്ത് പരിശുദ്ധമാക്കുക എന്നുള്ളത്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, അത് നന്നാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകം